വിശാഖപട്ടണം വൈശാഖ് ഡയറക്റ്റാ? ആ. ഓ ഹായ്, ഞങ്ങള് അപ്പോൾ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ ദിവസം. എല്ലാ ടെൻറ്റ് കാര്യങ്ങളെല്ലാം മടക്കി വെച്ച് പാക്ക് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഫ്രഷ് ചെയ്ത്. ഇവിടെ പൈപ്പിലൊക്കെ ഭയങ്കര ഉപ്പ് രസമാണ്, വെള്ളം മുഴുവനും ശരിക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പം എത്രയായി സമയം? 6:30. അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ്. దుర్యోధనాదులు అధర్మాత్ములై సత్కార్యాచరణకు దూరులై బంధువుల హృదయాలు బాధ చెందేటట్లుగా దుర్మార్గాలు చేయడానికి ഇവിടെ പുകല കൃഷിയാണ്, വിളവെടുക്കുകയാണ് ഇപ്പം നട്ടിട്ട്. ഈ ഒരു ഏരിയ മുഴുവനും ഇങ്ങനെ കുറേ ദൂരത്തേക്ക് പുകയില കൃഷിയാണ്. ഇപ്പോൾ ഇവർ ഇവിടെ പാത്രമൊക്കെ ആയിട്ട് എല്ലാം എടുത്തിരിക്കുക. ഒരു ട്രാക്ടറൊക്കെ ഉണ്ട്, ഫുൾ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ട്രിപ്പിലെ ഇന്നത്തെ ഒരു കാഴ്ചയാണിത്. ഇന്നലെ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് തീരെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ സ്കിപ്പ് ചെയ്ത് പോയി. വേറെ സ്ഥലത്ത് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് രാവിലെ തന്നെ തണ്ണിമത്തം വാങ്ങിച്ച് വെച്ചതാണ്. ഇന്ന് രാത്രി ഡിന്നർ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എവിടെയും കിട്ടിയില്ല. ഒരു 70-80 കിലോമീറ്റർ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരുപാട് തണ്ണിമത്തം വിൽക്കുന്നത് കാണുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വാങ്ങി വെച്ചു. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ എയറടിക്കുന്ന പഞ്ചർ ഇതാക്കുന്ന ഒക്കെ കാണാം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാം. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ധാബയും കാണും ഫുഡിന് വേണ്ടിയിട്ട്. അവിടെ തന്നെ കുറച്ച് വെള്ളവും അവൈലബിൾ ആണ്. അപ്പോൾ വണ്ടി കഴുകണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾക്കൊരു നല്ലൊരു അരുവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്യണം. ഒഴിച്ചിട്ടോ വണ്ടി അങ്ങനെ ഒഴിക്കാൻ പറ്റില്ല. നല്ലൊരു സ്ഥലം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് ജോവറിൻ്റെ കൃഷിയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് വയൽ. അപ്പുറത്ത് കാണുന്നതാണ് കള്ളിൻ്റെ പന. ഇവിടെ ഈ ഭാഗത്ത് അത്ര ഇല്ല, പക്ഷേ എന്നാലും കാണാം ഇടയ്ക്കൊക്കെ. എന്തായാലും കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഫ്രഷായി. കുറച്ച് ഇന്നലെ ഇട്ട ഡ്രസ്സൊന്ന് അലക്കി വണ്ടിയുടെ മുകളിലിട്ട്. നല്ല ചൂടാണല്ലോ, പെട്ടെന്ന് ഉണങ്ങി. ഇനിയിപ്പം പതുക്കെ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. ഏതാണെന്നറിയില്ല ഒരു സ്ഥലം. കുറച്ച് ചെറുനാരങ്ങ വാങ്ങണം. ഗുണ്ടൂരെന്ന് പറയുന്നു. പിന്നെ കുറച്ച് എന്താ പറയണ്ടേ, ഉപ്പ് വാങ്ങണം. ഇവിടെ ചെറിയൊരു മാർക്കറ്റ് വില. ഞങ്ങളൊരു 60-70 കിലോമീറ്റർ പോയി. ഇപ്പം നാഷണൽ ഹൈവേയിൽ പോകുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ സർവീസ് റോഡിലേക്ക് കയറി ഏതെങ്കിലും ടൗണിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നോക്കിയാൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലോ എല്ലാ വെജിറ്റബിൾസും സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതേ പ്രൈസ് തന്നെ, 5 രൂപ ഒരു ലെമൺ. ഇവിടെ ചേച്ചീൻ്റെ ഒരു ചെറിയ കടയിൽ നിന്ന് കിട്ടി.
പിന്നെ മുന്തിരിയും കുറച്ച് മേടിച്ച്. അതിന് 80 രൂപ 1 കിലോയ്ക്ക്. ₹5 ഇല്ല. क्या कर? हाँ 1 किलो हाँ 50 1 हाँ 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 ओ नॉर्मल का ओ किलो की हाँ 50 हाँ 50 ओ दोनों सेम. हाँ ഹലോ, എന്തെങ്കിലും ഉണ്ടോ പറയാന്? ഇവിടെ ഒരാളുണ്ട്, കളിയാ ദേവനും. ന്ന് ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇവർക്ക് മേടിച്ചെടുക്കണം ചോദിച്ചു നിൽക്ക്. ഇവരിവിടെ നന്നാറി സോഡ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ ഫുള്ളുണ്ട്. ഇങ്ങനത്തെ കടകളാണ് ഉണ്ടാവുക കോമണായിട്ട്. ഗ്യാസിന്റെ ഇതുണ്ട്, ഇന്നലെ നമ്മൾ കാണിച്ചിരിക്കും. ഇത് എല്ലാ സ്ഥലത്തുണ്ട്. വിജയവാഡ ഞങ്ങള് ഇന്നലെ ചിറ്റൂർ ഇത് തുടങ്ങി. പിന്നെ അങ്ങനെ ഇന്നലെ രണ്ടാമത്തെ ദിവസത്തിന്റെ പകുതി കഴിഞ്ഞു. നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഇന്നൊന്ന് കുക്ക് ചെയ്യാനൊന്നുമില്ല. ചൂട് കൂടുതലായതുകൊണ്ട് എവിടെയും കാറിന്ന് പുറത്തിറങ്ങുന്നൊന്നുമില്ല. AC പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നം. അപ്പോൾ പിന്നെ നല്ല വിശപ്പ്. പാല് വിചാരിച്ച പോലെ ഹൈവേ തന്നെ, ഫുള്ളായിട്ടും ഹൈവേ. അപ്പം പാല് വാങ്ങാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഒന്നും
കുക്കിങ്ങിനൊന്നുമില്ല. ഒരു ബിരിയാണി കഴിക്കുക, ഹൈദരാബാദി വിജയവാഡ സ്റ്റൈൽ. വിശാഖപട്ടണം വൈശാഖ് ഡയറക്റ്റാ? ആ, നിറയെ ചോളാണ് ഈ വെച്ചിരിക്കുന്നത്. പിങ്ക് കളറില് ചാക്കിൽ നിറയെ വെച്ചിരിക്കുന്നത്. ഇത് വഴിയരികിലൊക്കെ ഉണ്ട്. വൈകുന്നേരം ഫുള്ളായിട്ട് ഇങ്ങനെ കയറ്റി പോകാനാന്ന് തോന്നുന്നു. ഇത് ഒരാളിവിടെ കിടക്കുന്നൊക്കെ ഉണ്ട്, നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട്. ഇതൊരു കോഴി ഫാം. തോട്ടത്തിന്റെ അടിയില് പിന്നെ എന്തായിരുന്നു, കൊക്കോ കൃഷി. അങ്ങനെ 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 കുറെ പന. ഞങ്ങള് ഇന്ന് വൈകുന്നേരത്തിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അതൊക്കെ കുക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ ദൂരം പോയിട്ട് എവിടെയെങ്കിലും സ്ഥലം നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഹാൾട്ടിങ്ങിനുള്ള ഇവിടെയൊക്കെ നല്ല സ്ഥലമാണ്. പക്ഷേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലോ. അതുകൊണ്ട് പിന്നെ ഈ ഇന്നലെ പറഞ്ഞ പോലെ സെറ്റിൽമെൻറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല. സോ ബെറ്റർ പോവാം, നോക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ കുക്കിംഗ് തുടങ്ങി. വൈകുന്നേരത്തേക്കുള്ള ചോറ്, പരിപ്പ് കറി, 2-3 ചെറുത് ലൈറ്റ് ഫുഡ് രാത്രിക്ക്. കടുക് എടുക്കാൻ മറന്നു, ഞങ്ങള് വാങ്ങാനും മറന്നു. അപ്പൊ ഒരു വറവിന് കടുകില്ല, കടുകിടാത്തൊരു വറവ്. അപ്പോൾ മീനും റെഡിയായി. പരിപ്പ് കറി മീനും ആണ് ഇന്നത്തെ ഫുഡ്. ചോറ് പെട്ടെന്ന് റെഡിയായി. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 3 ദിവസം കണ്ടിന്യൂസ് ഒക്കെ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാം. അത് നമ്മൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണം, പിന്നെ പോണല്ലോ. അപ്പോൾ അതാണ്. ഇങ്ങനെയാണ് തുണി ഉണക്കുന്ന സംഭവം. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു അരമണിക്കൂർ ഇതുപോലെ ഇട്ടാൽ മതി. അപ്പം നമ്മൾ ഈ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് അവിടെ ഒരാൾ കിടക്കുന്ന, അപ്പം ആ സമയം കൊണ്ട് അലക്കി കിട്ടും, ഉണങ്ങി കിട്ടും. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ എന്താ ഈ ടവലുകളും ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ ദിവസവും അലക്കേണ്ടി വരും. പക്ഷെ ഡ്രസ്സ് ഞങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ എപ്പോഴെങ്കിലും ഹാൾട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് കുറച്ച് ദിവസം ഹാൾട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ഏതെങ്കിലും ഡ്രൈ ക്ലീൻ സെന്റേഴ്സിൽ കൊടുത്തിട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചൂട് കാരണം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാമെന്ന് തോന്നുന്നു. ഞങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തൊരു ഇഷ്ടികകളൊക്കെ ഉണ്ട്. ഇതാണ് ആ കാഴ്ച. കണ്ണാ, ഇത് ഫുഡ് എടുക്കടാ, പ്ലേറ്റൊക്കെ എടുത്തോ. ആ പ്ലേറ്റ് എല്ലാം കഴുകി ഇതില്ലേ, ആ അത് കഴുകേണ്ടി വരും. ഇതാ വെള്ളം അവിടെ നിന്ന് കൊണ്ടുവന്നത്. വെള്ളമൊക്കെ ഞങ്ങള് ഇഷ്ടിക കളത്തുനിന്ന് ഇഷ്ടംപോലെ വെള്ളമൊക്കെ കിട്ടി. ഈ ശരിക്കും ഇവിടെ ഇന്ന് വേണമെങ്കിൽ ടെന്റ് ഇട്ട് കിടക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് നല്ല സ്ഥലവും നല്ല ആളുകളൊക്കെയാണ്. പക്ഷെ ഭാഷ അറിയില്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പം അവരുടെ ആ പ്രമിസസ് ഉണ്ട്, അവിടെ അവർ ഫാമിലി ആയിട്ട് കുറച്ച് ഒരു 2 ഫാമിലി തന്നെ താമസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭാഷ തെലുങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല. എന്താണ് വേണ്ടത്, നമുക്ക് ഇന്ന് ഇവിടെ സ്പെസിഫൈ ആയിട്ട് സ്റ്റേ ചെയ്യണം, അല്ല ഞങ്ങളുടെ അടുത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്, അപ്പോൾ ടെന്റ് ഇട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇനി പോട്ടേന്ന്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ കിടക്കാം. പക്ഷെ ഇത് ഈ കാണുന്ന റോഡ് എന്താ പറയുക, NHന്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പെട്രോളിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പോലത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണ്ട, രാത്രി അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോകണ്ടെന്ന് വിചാരിച്ചു, അങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും
പെട്രോൾ പമ്പുകളിൽ ആളുകൾ വന്ന് കിടക്കുന്ന ഇന്നലെ ഞങ്ങൾക്ക് ബോധ്യമായി. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫാമിലി തന്നെ അവരെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാത്തത്. അവരുടെ പ്രൈവസി നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇവിടെയുള്ള ആന്ധ്രാക്കാർ തന്നെ കുറച്ച് ഈ തിരുപ്പതിയിൽ നിന്ന് അടുത്ത ടെമ്പിളിലൊക്കെ പോകുന്ന ടെമ്പിൾ വിസിറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ അങ്ങനെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യ ട്രിപ്പ് ചെയ്യുന്ന ആളുകളിപ്പം തെലുങ്കാനയിൽ അങ്ങനെ വലിയ പ്രശ്നം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്രോൾ പമ്പിൽ അവർ ഓക്യുപ്പൈ, ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ അത് അവിടെ സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞ് അവിടെ നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് അവിടെ ടെൻ്റ് ഇട്ടോളെന്നല്ല, അവിടെ നിങ്ങൾ ഓക്യുപ്പൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ 2 കാറും അതേപോലെ തന്നെ ലേറ്റായിട്ട് വന്നിട്ട് സ്റ്റേ ചെയ്യുന്നുണ്ട് അവരും. പിന്നെ ഒരു ഗുഡ്സ് പോലെ ഒരു വണ്ടിയിൽ വന്ന ഒരു ഫാമിലി, അവർ ഒരു കട്ടിൽ, ഫോൾഡ് ചെയ്യാവുന്ന കട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ ബെഡൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളിപ്പോൾ രാത്രി 11 മണിയാവാറായി. അടുത്തൊന്നും പെട്രോൾ പമ്പൊന്നും നല്ലതൊന്നും കണ്ടില്ല. അപ്പം അവിടെ ഹൈവേയുടെ പണി നടക്കായിരുന്നത് കാരണം ഒന്നും കണ്ടില്ല. നമ്മൾ കുറച്ചും കൂടെ ഹൈവേ കഴിഞ്ഞിട്ട് വേറെ വല്ലതും നോക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് പോവായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഫുള്ളും ബ്ലോക്ക്. റോഡ് മുമ്പിൽ ക്ലോസ് ചെയ്ത് എന്നിട്ട് ഡൈവേർഷൻ്റെ അവിടെ അത് വെക്കുകയും ചെയ്തില്ല. എല്ലാ ലോറിക്കാരും എല്ലാവരും കുടുങ്ങി. ഒക്കെ എല്ലാം റിവേഴ്സ് പോവാണ്. റിവേഴ്സ് എനിക്ക് അവിടെ നിന്ന് തിരിക്കാൻ സ്പേസ് കിട്ടി. ഞാനങ്ങനെ തിരിച്ചിങ്ങനെ പോവാം. ഇന്ന് ഞങ്ങളിവിടെ ഒരു പെട്രോൾ പമ്പ് നോക്കി വന്നു. ഇവിടെ ഡോർമെറ്ററി ഫെസിലിറ്റീസൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് ടെൻ്റിട്ട് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളിന്ന് കാറിൽ തന്നെ കിടന്നാലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്ത് റെസ്റ്റോറൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം 10 മണി ആയിട്ടേ ഉള്ളൂ. ആളുകളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലാത്ത സേഫർ പ്ലേസാണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ കിടന്നോളാൻ പറഞ്ഞു. അവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നോക്കാം. എന്തായാലും ടെൻ്റ് ഇടുന്ന കാര്യം നോക്കണം. എന്തായാലും ഇപ്പോൾ എന്തായാലും തീരുമാനിച്ചില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. ഇവരൊക്കെ കാറിൽ കിടന്ന് ഉറങ്ങി, നേരത്തെ ഉറങ്ങി. ഇന്നലെ രാത്രി കുറേ കഴിഞ്ഞപ്പോൾ കാറിനകത്ത് ഭയങ്കര ചൂട്. അപ്പോൾ അത് കാരണം ടെൻ്റ് തന്നെ ഇട്ടു. ടെൻ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 4:45. ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനി വിശാഖപട്ടണത്തിൽ എത്തണം. വിശാഖപട്ടണത്തിൽ നിന്ന് പിന്നെ പുരി. അപ്പോൾ ഇന്ന് വിശാഖപട്ടണത്തിൽ പറ്റുന്ന സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്റ്റേ ചെയ്യണം. ഇവിടെ നിന്ന് 4 മണിക്കൂറാണ് വിശാഖപട്ടണത്തിലേക്കുള്ളത്.